എല്ലാ ദിവസവും രാവിലെ നമ്മളെ ഉണരുന്നത് എന്തിനാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ശരിക്കും കുറച്ചും കൂടി നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന ലോകത്തേക്ക് അറിയാതെങ്കിലും കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ബോധപൂർവം ആയിരിക്കില്ല. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റണം എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരേക്കാൾ ഒന്ന് ഉയരണമെന്ന് തോന്നുമ്പോൾ, നമ്മൾ അറിയാതെ ആ വഴിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ലോകമാണ്. ഒരു മാന്ത്രിക ലോകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 19ഓ 20ഓ വയസ്സുള്ള സമയത്ത് ലോകം മുഴുവൻ കീഴടക്കണം എന്ന് ആഗ്രഹമുള്ള ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു പുസ്തകം അതായിരിക്കാം ചിലപ്പോൾ തുടക്കം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു യുവാവിന്റെ കാര്യത്തിലും സംഭവിച്ചത്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സുഹൃത്തിന്റെ കയ്യിൽ കണ്ട ആ ഒരു പുസ്തകം, ഡെയിൽ കാർണഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. കോളേജിലെത്തുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രശസ്തനായ ഒരാളാകണം എന്ന ആഗ്രഹം വന്നപ്പോൾ ആ യുവാവ് ആ പുസ്തകം വാങ്ങി വായിച്ചു. അവിടെ നിന്നാണ് അവന്റെ 9 വർഷം നീണ്ട സെൽഫ് ഹെൽപ്പ് യാത്ര തുടങ്ങുന്നത്. ആ ഒരു തുടക്കമുണ്ടല്ലോ, അത് വല്ലാത്തൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. നമ്മുടെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ പുസ്തകം കൊണ്ട് തീരുമെന്നൊരു അന്ധമായിട്ടുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു ചിട്ടയായിട്ടുള്ള ജീവിതമായിരുന്നു. രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു, ജിമ്മിൽ പോകുന്നു, ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുന്നു. മെഡിറ്റേഷൻ, തണുത്ത വെള്ളത്തിലുള്ള കുളി. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആ യുവാവിന്റെ ജീവിതം ഭയങ്കര പെർഫെക്റ്റ് ആയി തോന്നും. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടാൽ എല്ലാവരും കൈയടിക്കും. പക്ഷേ ആ തിരശ്ശീലയ്ക്ക് പിന്നില് ചില ഇരുണ്ട സത്യങ്ങളുണ്ടായിരുന്നു. ഏകദേശം 9 വർഷം ഈ ലൂപ്പിൽ കിടന്ന് കറങ്ങിയപ്പോഴാണ് അവന് ചില കാര്യങ്ങൾ മനസ്സിലായത്. നമ്മൾ സ്വയം മെച്ചപ്പെടുത്തുകയാണോ അതോ ഒരുതരം ലഹരിയിൽ കുടുങ്ങിക്കിടക്കുകയാണോ എന്ന് തിരിച്ചറിയേണ്ട ചില നിമിഷങ്ങൾ. നമ്മുടെ ഉള്ളിലെ പോരായ്മകളെ മറച്ചു വെക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫേക്ക് ഐഡന്റിറ്റി ആണോ ഇതെന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. സെൽഫ് ഹെൽപ്പിന്റെ ആരും പറയാത്ത ചില വശങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം ഈ ഡോപ്പമൈൻ സൈക്കിളിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ പുതിയൊരു സെൽഫ് ഹെൽപ്പ് പുസ്തകം വായിക്കുമ്പോഴോ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന സന്തോഷ ഹോർമോൺ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നമുക്ക് വല്ലാത്തൊരു ആവേശം തോന്നും. മനസ്സിന് ഒരു സുഖം കിട്ടും. എന്തോ വലിയ കാര്യം ജീവിതത്തിൽ നേടിയെടുത്തതുപോലെ ഒരു തോന്നല് നമുക്ക് വരും. നമ്മൾ ഒരു ലഹരിയിൽ എന്ന പോലെ അതിലേക്ക് ആകൃഷ്ടരാകും. ഇത് ശരിക്കും ഒരു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. ആ വീഡിയോ കണ്ട് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹൈ ഉണ്ടല്ലോ, അത് നമ്മളെക്കൊണ്ട് വീണ്ടും വീണ്ടും വീഡിയോകൾ കാണാൻ പ്രേരിപ്പിക്കും. പക്ഷേ ഇവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഈ കിട്ടുന്ന അറിവ് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഡോപ്പമിൻ ലഹരിയായിട്ട് മാത്രം അവസാനിക്കും. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ വീഡിയോകൾ കാണാനും പുസ്തകങ്ങൾ വായിക്കാനും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. അറിവ് നേടുന്നു എന്ന തൃപ്തിയിൽ നമ്മൾ അവിടെ തന്നെ തങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ ആ ലൂപ്പിനുള്ളിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പഠിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. ഇതിനെയാണ് ഇൻഫർമേഷൻ അഡിഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഡോപ്പമിൻ ലൂപ്പ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം റീലുകളിലോ യൂട്യൂബ് ഷോർട്സുകളിലുമാണ്. നിങ്ങളൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കൂ. ഓരോ 30 സെക്കൻഡിലും ആരോ ഒരാൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയധികം മോട്ടിവേഷൻ വീഡിയോകൾ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അതിന് റീച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ആളുകൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം നൽകുന്ന കാര്യമായതുകൊണ്ട് അത് വേഗത്തിൽ വൈറലാകും. പക്ഷേ ഓർക്കേണ്ടത്, ഒരിക്കലും അങ്ങനെയുള്ള റീലുകൾ കണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ ഒരിക്കലും എടുത്തു പോകരുത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ റീലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്യാനാണ്. ഒരു 10 സെക്കൻഡ് വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമാകില്ല. ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം ഒരു മിനിറ്റ് പോലും നീണ്ടു നിൽക്കില്ല. പക്ഷേ ആ ആവേശത്തിൽ നിങ്ങൾ ചിലപ്പോൾ ജോലി രാജിവെക്കാനോ അല്ലെങ്കിൽ വലിയൊരു റിസ്ക് എടുക്കാനോ ഒക്കെ തീരുമാനിച്ചേക്കാം. അതൊരു വലിയ ട്രാപ്പാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് ആ റീലുകളിൽ കാണുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. ജീവിതത്തിലെ വളർച്ചയ്ക്ക് ഷോർട്ട് കട്ടുകളില്ല. അത് പതുക്കെ സംഭവിക്കുന്ന ഒന്ന് മാത്രമാണ്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആരോ എഡിറ്റ് ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങളുടെ ലൈഫ് മാനുവലാക്കി ഒരിക്കലും മാറ്റാൻ നിൽക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ആക്ഷൻ ഫേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്.
നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഒരു പുസ്തകം വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യും. പുതിയ ഷെഡ്യൂളുകൾ ഉണ്ടാക്കുന്നു. ടൈം ടേബിളുകൾ തയ്യാറാക്കുന്നു. ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നു. വല്ലാത്തൊരു എനർജി ആയിരിക്കും നമുക്ക് ആ സമയത്ത്. നമ്മൾ ഭയങ്കര ബിസിയാണെന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള, നമ്മൾ പേടിക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന ആ ഒരു പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരിക്കലും തയ്യാറായിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ മനസ്സിനെ പറ്റിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു തിരക്കാണിത്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ജോലിയല്ല. അത് ജോലിക്കുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ്. പക്ഷെ മിക്കവരും പ്ലാൻ ചെയ്യുന്നതോടെ ആ ജോലി കഴിഞ്ഞു എന്നൊരു മാനസികാവസ്ഥയിൽ എത്താറുണ്ട്. ജോലി ചെയ്യുന്നു എന്നൊരു തോന്നല് നമുക്ക് കിട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കില്ല. സമയം വെറുതെ കളയുകയാണ് എന്ന് നമുക്ക് അപ്പോഴും മനസ്സിലാവില്ല. ആക്ഷൻ ടേക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കംഫർട്ട് സോണാണ്. നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ലോകത്തോടും നമ്മളോടും പറയാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നാടകം മാത്രം. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഹസിൽ കൾച്ചർ എന്ന് പറയുന്നത്. ഈ വാക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പണിയെടുത്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും വിശ്രമിക്കരുത്. ഉറക്കം കുറക്കണം. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ആകാൻ കഴിയൂ എന്നൊരു ചിന്ത നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയൊരു ആഘോഷമാണ്. പക്ഷേ ഇത് നമ്മളെ എങ്ങോട്ടേക്കാണ് എത്തിക്കുന്നത്? ശാരീരികമായും മാനസികമായും നമ്മൾ തളരും. ഇതിനെയാണ് നമ്മൾ ബേൺഔട്ട് എന്ന് വിളിക്കുന്നത്. മനുഷ്യൻ ഒരു യന്ത്രമല്ല. നമുക്ക് വിശ്രമം വേണം, വിനോദം വേണം, പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കണം. ഇടവേളകളില്ലാതെ ഓടുമ്പോൾ, നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ സ്വന്തം സംശയിക്കാൻ തുടങ്ങും. മറ്റുള്ളവർ 18 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ച് നമ്മൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോയിക്കൊണ്ടേയിരിക്കും. ഈ ഓട്ടം സത്യത്തിൽ നമ്മളെ എവിടെയും എത്തിക്കില്ല, മറിച്ച് നമ്മളെ തകർക്കുകയേ ഉള്ളൂ. ജിം റോൺ പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്. നിങ്ങളൊരു മൂഢനെ മോട്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവസാനം കിട്ടുന്നത് ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു മൂഢനെ മാത്രമായിരിക്കും. വെറും ആവേശത്തിന് നമ്മളെ എവിടെയും എത്തിക്കാൻ കഴിയില്ല. പ്രായോഗികമായ അറിവും പ്രവൃത്തിയും ഇല്ലെങ്കിൽ നമ്മൾ വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോവും. മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറും ഇന്ധനം മാത്രമാണ്. വണ്ടിക്ക് ഇന്ധനം അടിച്ചാൽ മാത്രം പോരാ, അത് ഡ്രൈവ് ചെയ്യാൻ അറിയണം. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ലക്ഷ്യബോധം വേണം. അതൊന്നുമില്ലാതെ വെറും മോട്ടിവേഷന് പുറകെ പോകുന്നത് വിഡ്ഢിത്തമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സെൽഫ് ഹെൽപ്പ് എന്നത് ഒരു മോശം കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടത്. ഈ വിഷയത്തിൽ മറ്റൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരു ഉപകരണം മാത്രമാണ്, ഒരു ടൂള്. ഒരു വ്യക്തി ഭക്ഷണം കഴിക്കാതെ വെറും വെള്ളം മാത്രം കുടിച്ചാലേ അയാളുടെ ആരോഗ്യം നശിക്കും. അതിന് വെള്ളം കുടിക്കാനുള്ള ഉപദേശത്തെയോ അല്ലെങ്കിൽ ആ വെള്ളത്തെയോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അത് ആ വ്യക്തിയുടെ മാത്രം പിഴവാണ്. അതുപോലെ സെൽഫ് ഹെൽപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അത് ജീവിതം അടിപൊളിയാക്കാനുള്ള ഒരു ഭാഗമായിട്ട് കാണരുത്. അതൊരു ടൂൾ മാത്രമാണ്. ജീവിത ശൈലിയല്ല. നമ്മളൊരു വീട് പണിയുമ്പോൾ ഒരു ചുറ്റിക ഉപയോഗിക്കും. വീട് പണി കഴിഞ്ഞാൽ ചുറ്റിക അവിടെ മാറ്റി വെക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനേ നമ്മൾ സെൽഫ് ഹെൽപ്പ് ഉപയോഗിക്കണം. അല്ലാതെ എപ്പോഴും അത് തലയിൽ വെച്ച് നടക്കരുത്. അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഗുണമോ ദോഷവും ഇരിക്കുന്നത്. മറ്റു പല ഇൻഡസ്ട്രികളുമായിട്ട് നോക്കിയാൽ സെൽഫ് ഹെൽപ്പ് എത്രയോ ഭേദമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മദ്യം കൊണ്ടോ ചൂതാട്ടം കൊണ്ടോ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ആളുകളുടെ നാശത്തിലാണ് പണം കണ്ടെത്തുന്നത്. ആളുകൾ നശിക്കും തോറും അവർക്ക് ലാഭം കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ സെൽഫ് ഹെൽപ്പ് രംഗം അങ്ങനെയല്ല. അത് ആളുകളെ വളരാൻ പ്രേരിപ്പിക്കുകയാണ്. നല്ല ശീലങ്ങളും പോസിറ്റീവ് ചിന്തകളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ വെറും പ്രതീക്ഷയുടെ കച്ചവടം എന്ന് വിളിച്ച് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിന് ഒരർത്ഥവുമില്ല. നാളെ നല്ലൊരു ദിവസമായിരിക്കും എന്ന വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഇന്നൊരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. നാളെ നല്ലൊരു ദിവസമായിരിക്കും എന്ന വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. നമ്മുടെ മെന്റൽ ഹെൽത്തിന് ആ പ്രതീക്ഷ നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. സെൽഫ് ഹെൽപ്പ് നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് ലൂപ്പിൽ നിന്ന് പുറത്തു കടന്ന് യഥാർത്ഥ റിസൾട്ട് ഉണ്ടാക്കുന്നത്? വെറുതെ വീഡിയോകൾ കണ്ട് സമയം കളയാതെ അറിവിനെ പ്രവൃത്തിയായിട്ട് മാറ്റുക. അതാണ് ഏക വഴി എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന മോട്ടിവേഷൻ വീഡിയോകൾ താൽക്കാലികമായ വികാരങ്ങൾ മാത്രമാണ്. അവ വരും പോവും. അതിനെ ദീർഘശീലങ്ങളാക്കി മാറ്റാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ചെറിയ കാര്യങ്ങൾ ആവർത്തിച്ച് അതൊരു ഹാബിറ്റ് ആക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ നാഡീവ്യൂഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ തലച്ചോറിനെ തന്നെ മാറ്റിയെടുക്കുന്നു. ഒരു ചെറിയ മാറ്റം പോലും നമ്മുടെ തലച്ചോറിനെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം കൊണ്ട് അത് സംഭവിക്കില്ല. പക്ഷേ തുടർച്ചയായി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും. ഇതിന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന, പലരും പറയുന്ന, അല്ലെങ്കിൽ പലരും അനുഭവിച്ച് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒന്നാണ് 21 ദിവസത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരൊറ്റ നല്ല ശീലം തിരഞ്ഞെടുക്കുക. അത് 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. 10 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. ഒരൊറ്റ കാര്യം മാത്രം. അത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനോ സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാം. 21 ദിവസം കഴിയുമ്പോൾ ആ ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് മാറും. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇത്തരം കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ നമ്മളെ സഹായിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ജീവിതം മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ പുസ്തകം വായിച്ചോ വീഡിയോ കണ്ടും ഇരിക്കരുത്. അറിവിനും പ്രവൃത്തിക്കും ഇടയിലുള്ള ആ വിടവ് നികത്തേണ്ടതുണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുവരിക. ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഓരോ ദിവസവും ഒരു ചെറിയ നല്ല ഹാബിറ്റെങ്കിലും ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പുസ്തകങ്ങളിലെ അറിവ് ജീവിതത്തിലേക്കും പകരാൻ നോക്കേണ്ടതുണ്ട്. സെൽഫ് ഹെൽപ്പ് എന്ന ഉപകരണം ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയവും വേണ്ട. അറിവ് നേടി ആത്മവിശ്വാസം വളർത്തുന്നു, ആ അറിവിനെ ആക്ഷനിലേക്ക് മാറ്റുന്നതുമാണ് നമുക്കൊരു സക്സസ്സിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് വീഡിയോ കണ്ടുണ്ടാകുന്ന ഒന്നല്ല. മറിച്ച് നിങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്തു തീരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഒരു പ്രത്യേക ഫീലാണത്. ജിൻവൻ പറഞ്ഞ ആ ഒരു വാക്ക് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മോട്ടിവേഷൻ മാത്രം മതിയാക്കില്ല. മോട്ടിവേഷനെ കൊണ്ട് കിട്ടുന്ന ആ ഊർജത്തെ ശരിയായിട്ടുള്ള ദിശയിലേക്ക് നയിച്ചാൽ മാത്രമേ യഥാർത്ഥ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നിങ്ങൾ തന്നെ പിടിക്കുക. മോട്ടിവേഷൻ വീഡിയോകൾ നിങ്ങളെ നയിക്കാൻ അനുവദിക്കരുത്. പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ് നിങ്ങളെ നയിക്കേണ്ടത്. നമ്മുടെ ജീവിതം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അറിവ് ആക്ഷനായിട്ട് മാറുന്ന ആ നിമിഷമാണ് മാറ്റം തുടങ്ങുന്നത്. അല്ലാതെ വീഡിയോകളുടെ എണ്ണം കൂട്ടുമ്പോഴല്ല.